പിന്നെ സാറ് മാനേജ്മെന്റ് പറയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് എല്ലാവർക്കും അറിയാം പ്രൈവറ്റ് സ്കൂളിൽ മാനേജ്മെന്റ് പറയുന്നതേ നടക്കുകയുള്ളൂ. അല്ലാണ്ട് പ്രിൻസിപ്പൾ അല്ല ഇവിടെ ഒന്നും പറയുന്നത്. അപ്പൊ എനിക്കും പറയാനുണ്ട് മാം. എനിക്കും റൈറ്റ് ഫ്രം ബിഗിനിങ് എല്ലാം പറയാനില്ലേ എനിക്കും? ഞാൻ വന്ന നാള് തൊട്ട് എന്നെ ഇട്ട് ടോർച്ചർ ചെയ്യല്ലേ. ചില്ലറ ടോർച്ചർ ഒന്നും അല്ലല്ലോ. മോനെ എപ്പഴും എന്തൊക്കെ പറയുന്നു? ഇതിനകത്ത് എന്തോന്ന് മനോവൈകല്യമുള്ള കുട്ടി, എന്തോന്നോ മാനസിക വൈകല്യമുള്ള കുട്ടി എന്തോ അല്ലേ എഴുതിയിരുന്നത്. അപ്പം ശരി ഓക്കെ ടീച്ചർമാര് തെളിയിക്കട്ടെ എന്റെ കൊച്ചിന് മാനസിക വൈകല്യം ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ എന്റെ കുടുംബം മൊത്തം നാറിയിട്ട് ഞാൻ പോണോ മാം? എങ്ങനെ നടക്കും മാം? എന്റെ കുടുംബത്തിനെ മൊത്തം വെച്ച് എന്നെ വലിച്ചിഴച്ചാൽ ശരി ഞാൻ എന്റെ ജീവൻ അവസാനിപ്പിക്കുക എന്തെങ്കിലും ചെയ്ത് അതോടെ തീരും. എന്റെ കുടുംബത്തിനെ മൊത്തം ഇതിനകത്ത് വലിച്ചഴയ്ക്കുമ്പോഴത്തേക്കും 130 ടീച്ചേഴ്സിനെ അടുപ്പിച്ചുണ്ട് ഇവിടെ. ഈ പറയുന്ന ആൾക്കാർക്ക് അതിൽ ഏകദേശം ഒരു 120ഓളം ലേഡീസ് സ്റ്റാഫാണല്ലോ. ഇവർക്ക് ആർക്കും മക്കളില്ലേ? ഇവർക്ക് ആർക്കും കുടുംബമില്ലേ? ഞാൻ എന്തോന്ന് കല്ല് കൊണ്ടുവല്ലതും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ? നമുക്ക് ഇതൊന്നും അടങ്ങുന്നത് വരെ എന്തെങ്കിലും നമ്മളൊന്ന് കുറച്ച് ഒതുങ്ങിയാൽ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു മാം. ഇതൊന്നും ഇല്ല അടങ്ങി മാം, കിട്ടുന്നത് ഇല്ല വരെ. അടങ്ങണ്ട. കുഴപ്പമില്ല മാം. അത് പബ്ലിക്കിലോട്ട് വരട്ടെ. പാരന്റ്സിന് എന്നെ അറിയാലോ. എന്നെ അറിയാന്നുള്ള പാരന്റ്സ് ഉണ്ടല്ലോ. വരട്ടെ. എല്ലാ സത്യവും പുറത്തു വരട്ടെ. അങ്ങനെ ഇപ്പം അടങ്ങണ്ട മാം. അങ്ങനെ ടീച്ചേഴ്സിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ വെറുതെ വലിഞ്ഞേറി വന്നതല്ലല്ലോ. ഇവിടെ എല്ലാം മാനേജ്മെന്റും ഇന്റർവ്യൂ ബോർഡും എല്ലാം വെച്ച് ഇന്റർവ്യൂ നടത്തിയെടുത്തതല്ലേ എന്നെ. അല്ലാണ്ട് എനിക്ക് മുൻപരിചയമൊന്നും ഇല്ലല്ലോ നിങ്ങൾ ആരുമായിട്ടും. നമ്മള് എന്ത് പ്രശ്നം വന്നാലും സ്കൂളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മാമിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരുപോലെ അല്ലേ? അല്ല. സ്കൂളിനെ ഇത്രയും കാലം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തെങ്കിൽ ഇതിന് മുമ്പുള്ള പ്രിൻസിപ്പൽമാരൊക്കെ എവിടെ? അപ്പൊ അവരുടെ പേഴ്സണൽ ഇതുണ്ടല്ലേ അവര് പോയത്. അതുപോലെ തന്നെയല്ലേ ഇത്തവണ റിസൈൻ ചെയ്ത 10 ടീച്ചർമാര് ഇതിൽ റിസൈൻ ചെയ്തത്? എന്നെ എല്ലാവരും ചേർന്ന് ടോർച്ചർ തന്നെയാണ് ചെയ്യുന്നത്. വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് തന്നെയാണ് മാം. അത് എല്ലാ സ്കൂളിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും മാം. ആയിക്കോട്ടെ. ബാക്കി സ്കൂളിനെ പറ്റി ഞാൻ അറിയേണ്ട കാര്യമില്ല. ഞാൻ വേറെ ഒരു സ്കൂളിലും ജോലി ചെയ്യുന്നില്ലല്ലോ. ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിനെ പറ്റിയല്ലേ മാം ഞാൻ അറിയേണ്ട കാര്യമുള്ളൂ. എനിക്ക് എന്ത് മനസ്സമാധാനത്തോടെ ഇവിടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും? ഉച്ചയ്ക്ക് തരുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷം കലർത്തി തരില്ല എന്ന് എനിക്ക് എന്ത് ഉറപ്പ്? മത തീവ്രവാദമൊക്കെ ആരോപിക്കുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഞാനും അത് എന്റെ മതത്തിലുള്ളവരും ഉണ്ടല്ലോ. എല്ലാവരും വരട്ടെ. ആ മത തീവ്രവാദമൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. എന്തായാലും ഹാൻഡ് റിട്ടൺ ആയിട്ടല്ലേ മാം പോയിരിക്കുന്നത് ഒരു ലെറ്റർ. അപ്പൊ കൈയക്ഷരം ആരെന്നെങ്കിലും മനസ്സിലാക്കണ്ടേ നമുക്ക്? അതല്ലാത്ത മനസ്സ് ചിന്തിക്കുമ്പോൾ നമുക്ക് പലതും തോന്നും മാം. കുറച്ചൊന്ന് മനസ്സൊക്കെ തോന്നിയിട്ട് പോട്ടെ മാം. ഇപ്പൊ ഞാൻ ശാന്തമാണോന്ന് ആർക്കാ ഇപ്പൊ നിർബന്ധം? നമുക്ക് ഇപ്പം എന്താ പറയണേ, നമുക്ക് അങ്ങനെ ഒരു വലിയ ആക്ഷൻ നഷ്ടം രണ്ട് സൈഡ് നഷ്ടം ഉണ്ടാവും. എന്റെ നഷ്ടം ഞാൻ സഹിച്ചു. സമാധാനപരമായിട്ട് എന്റെ നഷ്ടം ഞാൻ സഹിച്ചു മാം. എന്റെ നഷ്ടം ഞാൻ സഹിച്ചു. കുഴപ്പമില്ല. ഈ എഴുതിയവരാരും ചിന്തിച്ചില്ലല്ലോ എന്നെ പറ്റി. പിന്നെ ഞാനിപ്പോ ചിന്തിക്കുന്നില്ല തൽക്കാലം. എഴുതിയവർക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാൻ ഇനി എനിക്ക് വരുന്ന നഷ്ടം ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുമില്ലെങ്കിൽ ഞാൻ ലൈവ് വിട്ടിട്ട് ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടും. കുഴപ്പമില്ലപ്പാ, നടന്നിട്ട് പോട്ടെ. നാട്ടുകാർ അറിയട്ടെ ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ, ഇവിടെ നടക്കുന്ന അന്യായം, ഇവിടെ ഒരു പ്രിൻസിപ്പളും നിൽക്കാത്തത് ആർക്കാണ് ചീത്തപ്പേര്? 6 മാസത്തേക്ക് ഒരിക്കൽ പ്രിൻസിപ്പളിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, വർഷത്തേക്ക് ഒരിക്കൽ പ്രിൻസിപ്പളിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, ഡെയിലി പ്രിൻസിപ്പളിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആയിക്കോട്ടെ. പക്ഷെ ഞാൻ അങ്ങനെ പറയൂല. സ്കൂളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രഷർ കാരണം എങ്ങനെ പോകുന്നു എന്ന് ഞാൻ പറയും. ഈ പറയുന്ന ഊമക്കത്ത് പക്ഷെ അവർക്ക് പോലും ഇപ്പൊ ഞങ്ങൾ നല്ല റിപ്പോർട്ടാണ് അയച്ചിരിക്കുന്നത്. നമ്മൾ കാരണം ഒരു പ്രശ്നം വേണ്ടെന്ന്. ബാക്കി ആരും അങ്ങനെ പറയില്ല. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ദിവ്യ മാം പറയോ പറയില്ലയോ എന്നുള്ളതൊന്നും എന്നെ ബോധർ ചെയ്യുന്ന വിഷയമല്ല മാം. ഇപ്പൊ എന്നെ പറ്റി പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ അതാരെങ്കിലും ആലോചിച്ചു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഈ ടീച്ചേഴ്സിന്റെ അടുത്ത് നിങ്ങൾ ഉപദേശിക്ക്. ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ടീച്ചേഴ്സിന്റെ അടുത്ത് പറയേ ഇതെന്താ നിങ്ങൾ ഇങ്ങനെ കാണിച്ചതെന്ന്, ഇതാരാ ചെയ്തതെന്നുള്ളത് സാറിന്റെ അടുത്ത് ഒരു അന്വേഷണം ഇടാൻ പറയൂ. ഞാൻ ഈ ക്വാർട്ടേഴ്സ് വിട്ട് പോയി കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പേടിയാണ്. ഞാൻ ഈ ജോലിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ആരെങ്കിലുമൊക്കെ അപായപ്പെടുത്തുകയാണെങ്കിൽ. എനിക്കിപ്പോൾ ആരെയും ട്രസ്റ്റ് ഇല്ല മാം. എനിക്ക് എല്ലാവരുടെ അടുത്തുള്ള വിശ്വാസം പോയി.